എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്കു പോവാനാണല്ലേ ഉണ്ണി. ഇവിടെ ഈ ഉമ്മറത്തില്ലെങ്കിലും ഇവിടെവിടെയോ നിന്നെന്തോ ചെയ്യുകയാവാ. വെറുതെ ഇരിക്കുവാൻ മുത്തച്ഛനാവില്ലെന്നറിയില്ലേ പണിയൊന്നും ചെയ്തിടാതെ. കലവറയിലുണ്ടാവാം ഉണ്ണിക്കായി കരുതിയ കദളിക്കുലയുടെ പാകം നോക്കാൻ. ഇനി വരുമോണത്തിനെല്ലാരും എത്തുമ്പോൾ ഇളവനും വെള്ളരിയുമൊക്കെ വേണ്ടേ. എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്കു പോവാനാണല്ലേ ഉണ്ണി. തൊടിയിലെങ്ങാനും പോയി നിൽക്കയാവാം, വീണ പടവലത്തിൻ പന്തൽ നേരെയാക്കാൻ. കലി കൊണ്ട കാറ്റത്തൊടിഞ്ഞു വീഴാറായ കദളിത്തൈ വാഴയ്ക്കൊരുന്നു നൽകാൻ. ചെറുനെല്ലിൻ കുറുമണിക്കതിർ കൊയ്യാറായോ എന്നറിയുവാൻ പാടത്തു പോയതാവാം. പറയാറില്ലേ എന്നും മുത്തച്ഛൻ എല്ലാവർക്കും ചെറുനെല്ലരിച്ചോറാണേറെ ഇഷ്ടം. എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്കു പോവാനാണല്ലേ ഉണ്ണി. അവിടെ കിഴക്കേ തൊടിയിൽ തൊഴുത്തിൻ്റെ അരികിലെങ്ങാനും പോയി നിൽക്കയാവാം. നിറവയറായി നിൽക്കും നമ്മുടെ പൂവാലിക്കൊരു പിടി വൈക്കോൽ തൻ കയ്യാൽ നൽകാൻ. പകലന്തിയാം വരെ തൊടിയിലും പാടത്തും പണി ചെയ്യുവോരൊത്തു നിൽക്കയാവാം. ഒടുവിലെ കിളിവാലൻ മാങ്ങയും ഉണ്ണിക്കായി തിരയുവാൻ മാഞ്ചോട്ടിൽ തന്നെയാവാം. എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്കു പോവാനാണല്ലേ ഉണ്ണി. മഴ പെയ്ത് പുഴ കുത്തിയൊഴുകുന്നതു കാണാൻ പുഴയോരത്തെങ്ങോ പോയി നിൽക്കയാവാം. ഒരു മീനിനെ കൊത്തിപ്പാറുന്ന പൊന്മയെ വെറുതെ ശകാരിച്ചു നിൽക്കയാവാം. ഒരു കൊച്ചരിപ്രാവി മുറ്റത്തു വന്നാലോ അരിമണി വിതറുന്ന മേളമല്ലേ. അരികിൽ നിന്നാരേ കരയുന്നു മുത്തച്ഛനറിയേണ്ട, വെറുതെ കരഞ്ഞു പോയാൽ. ഒരു നാളും ഉണ്ണിയെ കരയിച്ചു മുത്തച്ഛനൊരിടത്തും പോകുവാനാവില്ലല്ലോ. ഒരു നാളും ഉണ്ണിയെ കരയിച്ചു മുത്തച്ഛനൊരിടത്തും പോകുവാനാവില്ലല്ലോ. എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്കു പോവാൻ